ഹലോ നമസ്കാരം SN മീഡിയ 1 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പുതിയ മെയിൽ ID ക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ചുമായി അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ വീഡിയോ ടെക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് പരസ്യ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ SN മീഡിയ 1 ഞാൻ അപ്ലോഡ് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ കാണുകയും അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് കമൻറ്റിലൂടെ കാണാൻ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷനാണ്. അപ്പോൾ പുതിയ ക്രിയേറ്റർമാർക്ക് വേണ്ടി ഇപ്പോൾ ഞാനും ഒരു 3-4 ദിവസം മുമ്പ് പുതിയ ക്രിയേറ്റർമാർക്ക് എങ്ങനെ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം, എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം, ഒരു ചാനലിന് വേണ്ടി എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, പണം ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ഒരുപാട് വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യമാണ്. പുതിയ ഒരു അപ്ഡേഷൻ വന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നും പരസ്യവരുമാനമില്ലാത്ത യൂട്യൂബ് ചാനലുകളെ യൂട്യൂബിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഡിസംബർ മാസത്തിലാണ് അവർ അതിന് ഡേറ്റ് പറഞ്ഞത്, പുതിയ അപ്ഡേഷൻ. ഇപ്പോൾ യൂട്യൂബിൽ നിന്നും ഒരു ക്രിയേറ്റർക്ക് അത് മോണിറ്റൈസേഷൻ എനേബിൾ ആണ്, പരസ്യവരുമാനം എനേബിൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ കൊണ്ടാണ് യൂട്യൂബിന് വല്ല കാര്യവും ഉള്ളൂ. അല്ലാത്ത യൂട്യൂബ് ചാനൽ കൊണ്ട് യൂട്യൂബിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പരസ്യവരുമാനമുള്ള ഒരു യൂട്യൂബ് ചാനലിന് ആഡ്സൻസ് പരസ്യവരുമാനം വഴി യൂട്യൂബിന് 45%, ക്രിയേറ്റർക്ക് 55%. ഇപ്പോൾ നമുക്ക് പരസ്യത്തിൽ നിന്നും യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കും ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ യൂട്യൂബ് പറയുന്നത്, യൂട്യൂബിനിപ്പോൾ ഇടയായിട്ട് പുതിയ നിയമങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ യൂട്യൂബിന് 1.70 മില്യൺ എന്നോളം പണം പിഴ നൽകേണ്ടി വന്ന അവസ്ഥ വരെ ഈ യൂട്യൂബ് നമ്മളോട് പറയുന്നു. ഇതൊക്കെയാണ് അവർ കാരണമായിട്ട് നിരത്തുന്നത്. അപ്പം പരസ്യവരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത യൂട്യൂബ് ചാനലുകളെ അടുത്ത മാസം മുതൽ ടെർമിനേറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും അവരുടെ മറ്റ് കാര്യങ്ങൾ ഡിസേബിൾ ചെയ്യുകയും അങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കാൻ നോക്കുന്നു എന്നുള്ള പുതിയ അപ്ഡേഷനാണ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിരത്തിയ കാരണങ്ങൾ ഇങ്ങനെ ഉള്ള, നമുക്ക് ചെറുതാണെങ്കിലും യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർക്ക് വന്നിട്ടുള്ള യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് നിയമവലിയിൽ ഉള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിരസത കൊണ്ട് അവർക്ക് കിട്ടിയ യൂട്യൂബിന് വന്ന നഷ്ടവും, അതുപോലെ തന്നെ ഒരു ക്രിയേറ്റർ യൂട്യൂബിൽ നിൽക്കുന്നത് കൊണ്ട് യൂട്യൂബിന് വരുമാനം അല്ലെങ്കിൽ യൂട്യൂബിന് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അവരെ യൂട്യൂബിൽ കൂടുതൽ സമയം വെക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം മോണിറ്റൈസേഷൻ എനേബിൾ ആകാതെയും അതുപോലെ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും, കോപ്പിറൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രശ്നങ്ങളും അതൊക്കെ പല രീതിയിൽ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ പുതിയ നിയമം അനുസരിച്ച് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ എനേബിൾ ആവുകയുള്ളൂ. അതും യൂട്യൂബിൻ്റെ നിയമവലികൾ പാലിച്ചുകൊണ്ട് ഉള്ള ക്രിയേറ്റർമാരാണെങ്കിൽ മാത്രം. അതിന് പ്രത്യേകിച്ച് ആൾക്കാർ അവർ വെക്കുകയും ഓരോ ചാനലുകളും എടുത്ത് ഓരോ വീഡിയോയും പ്രത്യേകം റിവ്യൂ ചെയ്തുകൊണ്ട് ആ ചാനലിന് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ പരസ്യവരുമാനത്തിന് നൽകാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അതിന് ഉതകുന്നതാണോ എന്നുള്ളതൊക്കെ അവർ നോക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഈ നവംബർ 11 യൂട്യൂബ് പുറത്തിറക്കിയിട്ടുള്ള ന്യൂ അപ്ഡേഷൻ. അപ്പം ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓൾ ഇൻ വൺ വീഡിയോസുകൾ SN മീഡിയ 1 യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ, അതിൽ ഓൾ എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ടെക്നോളജിയും അതല്ലാത്ത പലവക വീഡിയോസുകളും നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പുതിയ അപ്ഡേഷൻ. അതായത് യൂട്യൂബിന് ബെനിഫിറ്റ് ഇല്ലാത്ത യൂട്യൂബ് ചാനലുകളെ യൂട്യൂബിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. യൂട്യൂബിൽ നിന്നും പരസ്യ വരുമാനത്തിലേക്ക് എത്താത്ത ചാനലുകളെ അടുത്ത മാസം മുതൽ അത് മാറാൻ സാധ്യത ഉണ്ടാവാം. കൂടുതൽ ക്രിയേറ്റർമാർ ഇതുമായി പ്രതികരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. യൂട്യൂബിൽ നിന്നും വരുമാനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീവിത ഉപാധിയാക്കി മാറ്റിയ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമുക്ക് മലയാളികളടക്കമുള്ള ഒരുപാട് യൂട്യൂബർമാരെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ കാണാൻ
കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പല രീതിയിൽ പല ആൾക്കാർ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ആലോചിക്കുകയും ഈ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പുതിയ ടെക്നോളജി വീഡിയോകൾ പലതരത്തിൽ പല ആളുകളിലേക്ക് പല ദിവസങ്ങളിൽ പല സമയങ്ങളിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്നുള്ള രൂപത്തിലാണ്. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.